Dear students, welcome to the Department of Physical Education. In the COVID-19 period, we all are aware about the importance of physical fitness. Physical fitness is very essential for maintaining immunity and get rid of lifestyle diseases. If you opt physical education for your open course, you can develop and maintain physical fitness. The curricular objective of this course is to give a brief awareness about physical education, physical fitness, exercise, nutrition, first aid, yogasana, stress management, postural deformities, hypokinetic diseases, vital signs, and the management of lifestyle diseases. The paper includes 4 modules of practical and theory sessions. Module 1 consists of physical education and physical fitness. Module 2 exercise principles, first aid and nutrition. Module 3 yoga, stress management and postural deformities. Module 4 vital signs, lifestyle diseases and its management. Dear students, if you are interested to take this paper for your open course, all of you are welcome, and be fit, be healthy. Thank you all. Okay, thank you very much. Hi, welcome to the Department of History. History Department 5th semester വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഓപ്പൺ കോഴ്സാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. പേപ്പറിൻ്റെ പേര് പോലെ തന്നെ കുറച്ച് ഹിസ്റ്ററിയും അതുപോലെ ടൂറിസവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. വളരെ ലളിതമായ ഈ പേപ്പർ 3 മൊഡ്യൂളുകളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ ആദ്യകാല ട്രാവലേഴ്സിനെ കുറിച്ചിട്ടും അവരുടെ ട്രാവലോഗ്സിനെ കുറിച്ചിട്ടും അതേപോലെ ടൂറിസത്തിൻ്റെ ഡെഫിനിഷൻ, ബേസിക് കോൺസെപ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ ഇന്ത്യയെക്കുറിച്ചിട്ടും ഇന്ത്യയുടെ ടൂറിസം പൊട്ടൻഷ്യലെ കുറിച്ചിട്ടുമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസം സെൻറ്റേഴ്സ്, അവിടുത്തെ അട്രാക്ഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ കേരളത്തെക്കുറിച്ചിട്ടും കേരളത്തിൻ്റെ ടൂറിസം പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം, കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ടൂറിസം മേഖലയിൽ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്തൊക്കെയാണ് അല്ലേ എന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ടൂറിസവും ഹിസ്റ്ററിയും പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഓപ്പൺ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡോക്ടർ പി എം മിനി. താല്പര്യമുള്ള കുട്ടികൾക്കെല്ലാം ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഹലോ, ഞാൻ ഫിറോസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓപ്പൺ കോഴ്സിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നുള്ളതാണ്. അപ്പം ഇതിൽ ടോട്ടൽ 4 മൊഡ്യൂളാണ് നമുക്കുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്താണ് ഒരു കമ്പ്യൂട്ടർ, അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, അങ്ങനെയൊക്കെ ഉള്ളത്, ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ വേർഡ് പ്രൊസസ്സറാണ്. നമ്മൾ MS വേർഡ് ഉപയോഗിച്ചിട്ട് ടെക്സ്റ്റ് എഡിറ്റിങ്, ഒരു വേർഡ് ഡോക്യുമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതെങ്ങനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു പ്രൊജക്റ്റ്, അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ ഉപകാരപ്പെടും അടുത്ത സെമസ്റ്ററിൽ ഈ ഒരു മൊഡ്യൂൾ. ആൻഡ് തേർഡ് മൊഡ്യൂൾ ഒരു സ്പ്രെഡ്ഷീറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത്, അതിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് തേർഡ് മൊഡ്യൂൾ, സ്പ്രെഡ്ഷീറ്റാണ്. ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ MS പവർ പോയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഒരു പബ്ലിക്കിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ ഉപയോഗിച്ചിട്ട് ഒരു PPT ഉണ്ടാക്കുന്നത്, അതിൽ എന്തൊക്കെ എഫക്ട്സുകൾ ആഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് എന്തൊക്കെയാണ്, അതിൽ വീഡിയോ ആഡ് ചെയ്യുന്നത്, ഓഡിയോ ആഡ് ചെയ്യുന്നത് എല്ലാം എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്നതാണ്. ഇത് ലാബൊന്നുമില്ല, നമ്മൾ പ്രാക്ടിക്കലായിട്ട് തിയറി ക്ലാസ് ആണെങ്കിൽ നമ്മൾ ലൈവായിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രൊജക്ടർ വെച്ച് കാണിച്ച് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പം എന്തുകൊണ്ടും നല്ലൊരു കോഴ്സാണ്. ആർക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കോഴ്സാണ്, കുറച്ച് കണ്ടൻറ്റാണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഉപകാരപ്പെടുന്ന കണ്ടൻറ്റാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ളൊരു ഓവർവ്യൂ. താങ്ക് യു. ഹലോ,
മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സിന്റെ പേരാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് എമർജിംഗ് മൈക്രോബിയൽ ഡിസീസ്. ഇതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ലോകത്ത് പുതുതായിട്ട് എമർജ് ചെയ്ത് വരുന്ന ഡിസീസുകളെ കുറിച്ച്, അതുപോലെ തന്നെ പൊതുജനാരോഗ്യത്തെക്കുറിച്ച്, പൊതുജനാരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെയാണ് ഈ ഓപ്പൺ കോഴ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനെ കുറിച്ചുള്ള പഠനം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി, അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അത് വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, ഇതൊക്കെയാണ് ഇതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു പ്രത്യേക ലോക സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റാണ് എമർജിംഗ് മൈക്രോബിയൽ ഡിസീസ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എന്നൊക്കെ പറയുന്നത്. ഇത് താരതമ്യേന ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ ഇന്ന് COVID-19 ആയിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും, പല സ്റ്റുഡൻസും വോളണ്ടിയറൊക്കെ ആയിട്ട് പല രീതിയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവി ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് കരുതുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി നൽകുന്ന ഓപ്പൺ കോഴ്സാണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. എൻവയോൺമെൻറ്റിനെ കുറിച്ചും എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ചും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചുമാണ് ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. കോഴ്സിൻ്റെ കോണ്ടൻറ്റ്സ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ്, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, തെർമൽ നോയ്സ് ആൻഡ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതും വളരെയധികം ആനുകാലിക പ്രസക്തവുമായ ഒരു വിഷയമാണ് ഈ കോഴ്സ് പ്രതിപാദിക്കുന്നത്. Hello students, hoping all are well and safe. First showers of monsoon and colleges are back in session, prepping up for another academic year. I think education system has not much changed in the last few decades, but today the structure of learning teaching methodologies has significantly disrupted by the pandemic COVID-19. It has transformed the centuries-old chalk talk model to online learning. In this context, to ensure continuity in learning, our college also uses online platforms such as Google Classroom, Zoom app, WhatsApp, etc. for imparting education during lockdown. Now I am introducing open course provided by Department of Management to the 5th semester students. E-commerce. E-commerce or electronic commerce simply means online business or internet business. Here, sellers and buyers use the internet to conduct business transactions. We have 3 modules. From this course, you can learn introduction of e-commerce, history of e-commerce, types, channels, important advantages, threads, etc. about the e-commerce. Welcome to all to this open course. Thank you. Dear students, welcome to Department of Economics. ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് 5th സെം വിദ്യാർത്ഥികൾക്ക് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സാണ് ഇക്കണോമിക്സ് ഇൻ എവരിഡേ ലൈഫ്. ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും അപ്ലൈ ചെയ്യുന്ന എക്കണോമിക്സ് ആണ് ഈ കോഴ്സിൻ്റെ കണ്ടൻറ്റ്. സുഹൈമ മിസ്സാണ് ഈ കോഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള 3 മൊഡ്യൂളുകളാണ് ഈ കോഴ്സിനുള്ളത്. 1 ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇക്കണോമിക്സ്, 2 മൈക്രോ ഇക്കണോമിക് കോൺസെപ്റ്റ്സ്, 3 മൈക്രോ ഇക്കണോമിക് കോൺസെപ്റ്റ്. അതിൽ 1ാമത്തെ മൊഡ്യൂൾ പറയുന്നത് എന്താണ് ഇക്കണോമിക്സ്, എന്തൊക്കെയാണ് ഒരു ഇക്കോണമി ഫേസ് ചെയ്യുന്ന ബേസിക് പ്രോബ്ലംസ്, എങ്ങനെയാണ് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടുന്നത്. 2ാമത്തെ മൊഡ്യൂളിൽ ഡിമാൻഡ്, സപ്ലൈ, മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഇലാസ്റ്റിസിറ്റി, അതുപോലെ പലതരത്തിലുള്ള മാർക്കറ്റുകൾ. 3ാമത്തെ മൊഡ്യൂളിൽ നാഷണൽ ഇൻകം, ബജറ്റ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതുമായിട്ടുള്ള ഒരു കോഴ്സാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഞങ്ങളുടെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യാം. Hello all, this is Dotty from the Department of Physics. The open course offered by the Department of Physics is Non-Conventional Energy Sources. The course code is PH5D011. There will be 2 hours of lecturing every week. As we all know, the conventional energy sources are coal, petroleum, natural gas, nuclear energy, etc. These are all exhaustible or non-renewable. They are also harmful and not nature friendly, most of them. These are being depleted at a very fast rate.
This shows the need to know about all the non-conventional energy sources we have, their efficiency, their merits and demerits. The future lies in the hands of non-conventional energy sources. The syllabus of this course is divided into 4 units. Unit 1, Solar Energy, in which we have to learn about solar cookers, furnaces, etc. and basic principles of harnessing solar power. Unit 2, Wind Energy, in which we have to study basic principles of wind energy conversion, wind energy collectors and applications. Unit 3 has geothermal energy and energy from biomass. First section deals with how we can harness the heat energy from under the Earth's crust, and second section is all about biomass. Unit 4 is energy from oceans and chemical energy sources, in which we learn about energy from tides, waves, ocean heat and also fuel cells. The textbook followed throughout the course is Non-Conventional Sources of Energy by G.D. Rai. This is a fairly simple course to take without problem solving sessions. The internal marks will be based on attendance, test 1, test 2 and assignment. In the department, we make sure we stick to the university rules in the matter of internal marks, which might make some students uncomfortable. So if you are ready to learn, we are very happy to have you, especially to teach you online with all the available technologies. See you in class. Thank you. ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സിൻ്റെ പേരാണ് ബേസിക് അക്കൗണ്ടിങ്. പേര് പറയുന്നത് പോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത്. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഇടപാടുകളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത് ഒരു സ്ഥാപനം തുടങ്ങിയത് മുതൽ അതിൻ്റെ ഓരോ ഇടപാടുകളും രേഖപ്പെടുത്തി അത് ആ പ്രോസസ്സ് നമ്മൾ ജേണലൈസിങ് എന്ന് പറയും. എന്നിട്ട് അത് മറ്റൊരു ബുക്കിലേക്ക് മാറ്റി എഴുതി വർഷാവസാനം അതിന് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നു. വർഷാവസാനം ഇതിൻ്റെ റിസൾട്ടുകൾ എടുക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സുകളാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ വെരി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. 1ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ബേസിക് കൺസെപ്റ്റുകൾ പഠിക്കും. എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. 2ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് സബ്സിഡിയറി ബുക്സാണ്. ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക് തുടങ്ങിയിട്ടുള്ള. 3rd മൊഡ്യൂളിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 3 മൊഡ്യൂളുകളായിട്ട് പഠിക്കാനുള്ളത്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്, കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു അനാഥരഗതികൾ അശരണർക്കായി ഒരു കൈ നൽകിടാം. അകമെരിയോർക്കായി സാന്ത്വനമായി കനിവിൻ കടലാ